തെരഞ്ഞെടുപ്പ് കാലത്ത് ഏത് രാഷ്ട്രീയ പാർട്ടിയും പറയുക ഞങ്ങൾക്ക് അനുകൂല ട്രെൻഡാണ്. കാരണം അതല്ലെങ്കിൽ പിന്നെ അവർ പറയാൻ പറ്റില്ല. ഇപ്പോൾ പ്രധാനമന്ത്രി കേരളത്തിൽ വന്ന് പറഞ്ഞ് ഞങ്ങൾ കുറേ സീറ്റ് നേടുന്നു. അദ്ദേഹത്തിന്റെ ഏജൻസിയോട് ചോദിച്ചാൽ അറിയാം അദ്ദേഹത്തിന് ഒരു സീറ്റും കേരളത്തിൽ കിട്ടാൻ പോകുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഒരു രാഷ്ട്രീയ നേതാവ് തെരഞ്ഞെടുപ്പ് വേദിയിൽ വന്ന് ഞങ്ങൾ എല്ലാ സീറ്റും ജയിക്കും എന്ന് പറഞ്ഞാലും ഒരു അത്ഭുതത്തിനും അവകാശമില്ല. കാരണം അത് അവരുടെ ജോലിയാണ് അത് പറയണം. മുഖ്യമന്ത്രി പറഞ്ഞതും ഞാൻ അങ്ങനെ തന്നെ എടുക്കുന്നുള്ളൂ. കേരളത്തിൽ എന്തെങ്കിലും തരംഗമുണ്ടോ എന്ന് ചോദിച്ചാൽ, തരംഗം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ തരംഗം വളരെ വിസിബിൾ അല്ല, പലപ്പോഴും അണ്ടർഗ്രൗണ്ട് ആണ്. ഇപ്പോൾ ഒന്ന്, മോഡി സർക്കാരിന്റെ തുടർച്ച എതിരാണ് കേരളം എന്നുള്ളത് ഏതാണ്ട് എല്ലാ സർവേകളും കാണിച്ചിട്ടുണ്ട്. മോഡി രണ്ടാമത് വരുന്നതിന് കേരളം എതിരാണ്. വരുമല്ലോ എന്നുള്ള രണ്ടാമത്തെ കാര്യം, കേരളം എതിരാണ്. അത് കേരളത്തിലെ ഓവർവെയിമിംഗ് ആണ്. ഇനി മറ്റൊരു ഫാക്ടർ, കേരളത്തിൽ ആരാണ് മോഡിയെ നേരിടാൻ കൂടുതൽ സാധ്യതയുള്ള ആൾ, അല്ലെങ്കിൽ BJPയെ നേരിടാൻ. അക്കാര്യത്തിൽ എനിക്ക് കേരളത്തിലെ എന്നും, ഇപ്പോഴല്ല, പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളിൽ എപ്പോഴും CPM-നേക്കാൾ കോൺഗ്രസിന് UDF-ന് ഒരു മേൽക്കൈയുണ്ട്. അത് പൊതു അംഗീകാരമാണ്. അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്ന മണ്ഡലങ്ങളിൽ പോലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ LDF പുറകോട്ട് പോകും. അതിന് പല കാരണമുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ അവിടെ ചെന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പൊ അവിടെ ചെന്നാലും ആരോ ആനി രാജയോട് ചോദിച്ച മാതിരി ആനി രാജ ജയിച്ചാൽ അവിടെ ചെന്ന് ആരെ പിന്താങ്ങുന്നു ചോദിച്ചപ്പോൾ രാഹുൽ ഗാന്ധിയെ പിന്താങ്ങും എന്ന് പറയേണ്ട സ്ഥിതിയിലാണ് ഇവരുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ നാളെ രാഹുൽ ഗാന്ധി വേറെ സ്ഥലത്ത് നിന്ന് ജയിച്ചു, ആനി രാജ വയനാട്ടിൽ നിന്നും ജയിച്ചാൽ, രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവാൻ തീരുമാനിച്ചാൽ ആനി രാജയ്ക്ക് രാഹുൽ ഗാന്ധിയെ പിന്താങ്ങേണ്ടി വരും. കാരണം ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ദുർബലമായ ഒരു കാലത്താണ് നിൽക്കണേ. അവരിപ്പോൾ അവരുടെ മരപ്പെട്ടി എന്നൊക്കെ പറയുന്ന ചിഹ്നത്തിന് പോലും പ്രശ്നങ്ങളുണ്ട്. കേരളത്തിന് പുറത്ത് കോൺഗ്രസ് അല്ലാതെ വേറൊരു രാഷ്ട്രീയ പാർട്ടിയെ കുറിച്ചും പറയാൻ പറ്റില്ല. ഞാൻ അതുകൊണ്ടാണ് കേരളത്തിലെ മുഖ്യമന്ത്രി, ഇവിടുത്തെ CPM നേതാക്കളും കോൺഗ്രസിനെതിരെ പറയുമ്പോൾ ഞാനൊരു ചോദ്യം ചോദിക്കാറുണ്ട്, ഇതൊന്ന് തമിഴിലാക്കി തമിഴ്നാട്ടിൽ കൊടുക്കാമോ? പിണറായി വിജയനോട് തമിഴ്നാട്ടിലേക്ക് പ്രചരണത്തിന് വരണ്ട എന്നാണ് അവിടുത്തെ CPM നേതാക്കൾ പറഞ്ഞിട്ടുള്ളത്. കാരണം ഇയാൾ വന്നാൽ അവിടുത്തെ കോൺഗ്രസ്സുകാർക്ക് വിരോധമുണ്ടോ? കാരണം അവിടെ സ്റ്റാലിൻ കഴിഞ്ഞാൽ പിന്നെ വെച്ചിട്ടുള്ള പടം പിണറായി വിജയന്റെ അല്ല, രാഹുൽ ഗാന്ധിയുടെയാണ്. എല്ലാ CPM നേതാക്കളും രാഹുൽ ഗാന്ധിയുടെ പടം വെച്ചാൽ പിടിക്കുന്നത്. അത് ഇവിടെ മാത്രമല്ല, രാജസ്ഥാനിൽ ഇവർക്ക് ഒരു സീറ്റ് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്, ബംഗാളിലുണ്ടെന്ന് പറയുന്നു, ബീഹാറിലുണ്ടെങ്കിലുണ്ട്. അവിടെയൊക്കെ രാഹുൽ ഗാന്ധിയുടെ പടം വെച്ചാണ്, പിണറായി വിജയന്റെ പടം വെച്ചല്ല CPM-കാർ വോട്ട് പിടിക്കുക. അപ്പൊ അതുകൊണ്ട് കേരളത്തിൽ CPM പറയുന്നതിന് എന്തെങ്കിലും പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കോൺഗ്രസ് ജയിച്ചാൽ RSS ആവും, കോൺഗ്രസ് ജയിച്ചാൽ RSS ആവും എന്ന് പറഞ്ഞ് തമിഴ്നാട്ടിലൊന്ന് പോയി പറഞ്ഞു നോക്കിയാൽ അവിടെ 10 സീറ്റിൽ കോൺഗ്രസും 2 സീറ്റിൽ CPM-ഉമാണ്. അപ്പൊ കോൺഗ്രസ് ജയിച്ച RSS ആയി 10 സീറ്റ് തോറ്റോട്ടെ, കോൺഗ്രസ് തോറ്റോട്ടെ എന്നാണ്. അപ്പൊ പ്രശ്നം അതല്ല. ഇവര് ഈ ഇന്ത്യ മുന്നണി എന്ന് പറയുന്നില്ലേ, കൂട്ടായ്മ എന്നാണ് ഇപ്പൊ CPM-കാർ പറയുന്നത്. ഇന്ത്യ മുന്നണിയുടെ കോർഡിനേഷൻ കമ്മിറ്റിയിൽ പോലും CPM ഇല്ല, CPI ഉണ്ട് താൻ. ഞാൻ പറഞ്ഞത് അത് വേറെ കാര്യം. അപ്പോൾ അതൊക്കെ വ്യത്യാസമുണ്ട്. പക്ഷേ കേരളത്തിൽ ഞാൻ കാണുന്നത്, കേരളത്തിൽ ഇന്ന് ഭരിക്കുന്ന സർക്കാരിനെതിരെ നല്ല വികാരമുണ്ട് എന്ന് തന്നെയാണ്. അതിന് നല്ല കാരണങ്ങളുണ്ട്. അവരുടെ കെടുകാര്യസ്ഥത, ധൂർത്ത്. ഇപ്പോൾ എല്ലാ ചാനലിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം അറിയാം, ഈ നവകേരള യാത്ര എന്ന് പറഞ്ഞ് വലിയ കൊട്ടിക്കൊഴിച്ചൊരു യാത്ര നടത്തി. എല്ലാ സർവേകളിലും നവകേരള യാത്ര ഇടതുപക്ഷത്തിന് ഗുണമായോ എന്ന ചോദ്യത്തിന് ഗുണമായി എന്ന് പറയുന്ന 20% താഴെ ആളുകളാണ്. പിണറായി വിജയൻ അല്ലെങ്കിൽ LDF ജയിക്കും എന്ന് പറയുന്ന മണ്ഡലത്തിൽ പോലും, സാമ്പിളിൽ പോലും നമുക്ക് നവകേരള യാത്ര പൊളിഞ്ഞു പാളീസായി എന്നാണ് പറയുന്നത്. കാരണം അതിൽ ഈ കണ്ട മറ്റു വിഷയങ്ങളും തല്ലും ഇതുകളും ഒക്കെ. ഗവൺമെന്റിന് ജനങ്ങൾക്ക് 7 മാസത്തെ പെൻഷൻ കൊടുക്കാനുണ്ട്, സാമ്പത്തികമായി പ്രതിസന്ധി ഉണ്ട്. ഇതൊക്കെ കേന്ദ്രമാണെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. കടമെടുക്കാത്തതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ കടം കൊണ്ട് ചെയ്യേണ്ട കാര്യമാണോ ഇതൊക്കെ? നമ്മുടെ പെട്രോൾ സെസ് പിരിച്ചു, 2 രൂപ കൂടുതൽ പിരിച്ചു, അത് പെൻഷൻ കൊടുക്കാനാന്ന് പറഞ്ഞു. അത് കേന്ദ്രം പിടിച്ചു വെച്ചിട്ടൊന്നുമില്ല, അതിനോട് കൊടുത്തിട്ടില്ലേ? അപ്പൊ ചുരുക്കത്തിൽ എന്റെ കണക്കനുസരിച്ച് കെടുകാര്യസ്ഥയുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ ഏറ്റവും ഒടുവിൽ സിദ്ധാർത്ഥന്റെ വിഷയം വരുമ്പോൾ, ഇപ്പൊ വണ്ടിപ്പെരിയാർ പോലെയുള്ള വിഷയങ്ങൾ, സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്ന വിഷയങ്ങൾക്ക് ഇതിൽ പ്രതികളൊക്കെ വെറുതെ വിടുകയാണ്. നിരവധി PSC അടക്കമുള്ള നിരവധി വിഷയങ്ങൾ. ഏറ്റവും ഒടുവിലാണ് താങ്കൾ ചോദിച്ച ബോംബ് വിഷയം വരുന്നത്. അതുപോലെ TP ചന്ദ്രശേഖരന്റെ കേസിലെ പുതിയ വിധി വരുന്നത്. ഇതൊക്കെ CPM-ന് വലിയ ദുരന്തം തന്നെയാണ്. അന്വേഷണം വേറെ വരുന്നു എന്നുള്ളത്, അന്വേഷണം നടക്കുന്നു എന്നല്ല, ഇതിൽ ബഹുഭൂരിപക്ഷ ആളുകൾക്കും CPM-കാർക്ക് വരെ അറിയാം എന്തോ ബന്ധം മുഖ്യമന്ത്രിയുടെ മകൾക്കും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനും ഇടപാടിൽ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് ഭൂരിഭാഗം ആളുകൾ. പുറത്ത് അവർ ഡിഫെൻഡ് ചെയ്താൽ പോലും ഇല്ല എന്ന് പറയാൻ പറ്റാത്തവരാണ്. എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ആദ്യമായിട്ടാണ് മുഖ്യമന്ത്രിയുടെ കുടുംബം ഇങ്ങനെ ഒരു ആരോപണത്തിൽ വരുന്നത്. അപ്പോൾ നെഗറ്റീവായി ഈ ഗവൺമെന്റിനെതിരെ പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ഗവൺമെന്റ് പോസിറ്റീവായി പറയാൻ അങ്ങനെ വലിയ കാര്യങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ എന്തെങ്കിലും തരംഗമുണ്ടെങ്കിൽ അത് കേരളത്തിലെ ആന്റി ഇൻകംബൻസിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേന്ദ്രത്തിലെ ആന്റി ഇൻകംബൻസിയാണ്. അതിന്റെ ഗുണഭോക്താക്കൾ UDF ആയിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല.
പക്ഷേ കഴിഞ്ഞ തവണത്തെ പോലെ ശബരിമല പോലെയോ അങ്ങനെയുള്ള ഒരു തരംഗമുണ്ടോ എന്ന് നമുക്ക് തോന്നുന്നില്ല. അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ല. അതുകൊണ്ട് 2019 LDF മെച്ചപ്പെടും എന്ന വാദം വന്നാൽ അത് ഞാൻ തള്ളിക്കളയുന്നില്ല. 2019 ഒരു സീറ്റാ കിട്ടിയെങ്കിൽ ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ സീറ്റ് കിട്ടിയേക്കാം, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇതിലൊരു 8-10 മണ്ഡലങ്ങളിൽ UDF കൃത്യമായ മേൽക്കൈയുണ്ട്. എല്ലാ സർവേകളിലും സാധാരണ നമുക്കറിയാം 10 മണ്ഡലമെങ്കിലും UDF ഷുവറായി ജയിക്കുമെന്ന് പറയാവുന്ന മണ്ഡലങ്ങൾ. LDF സാധ്യതയില്ല. ഒരു 3-4 മണ്ഡലങ്ങളിലാണ് ടൈറ്റ് ഫൈറ്റ് എന്നും LDF മേൽക്കൈ ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ വടകര പോലുള്ള മണ്ഡലം അറിയില്ല, അത് അവസാനം വരുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. ഇപ്പോൾ ചില ചാനലുകളെങ്കിലും പറയുന്നത്, അല്ലെങ്കിൽ പാലക്കാട് പോലെയുള്ള മണ്ഡലങ്ങൾ. എനിക്ക് തോന്നുന്ന വടക്കൻ കേരളത്തിൽ കണ്ണൂര്, വടകര, പാലക്കാട് ഞാൻ കാണുന്നത് സാധ്യതയുള്ള 3 മണ്ഡലങ്ങൾ എന്നുള്ള നിലയ്ക്ക് ഇവിടെ മാത്രമാണ്. ബാക്കി എവിടെയും നമുക്ക് പറയാൻ പറ്റില്ല. തൃശ്ശൂർ ടൈറ്റ് ടു ടൈറ്റ് ആണ്. തൃശ്ശൂർ മുരളീധരനും സുനിൽകുമാറും ടൈറ്റ് ആണ്. പക്ഷേ ഈ പറഞ്ഞ ഗവൺമെന്റ് നെഗറ്റീവ് ഫാക്ടർ UDF അനുകൂലമായി വരുന്നതാണ് ഞാൻ കണക്കാക്കുന്നത്. അപ്പൊ തരംഗമെന്ന് ഞാൻ പറയുന്നില്ലെങ്കിൽ പോലും ഒരു 3 സീറ്റ് വരെ LDF കിട്ടാൻ സാധ്യതയുണ്ട് എൻ്റെ ഒരു കണക്കനുസരിച്ച്. ഇനിയിപ്പോ ടൈറ്റ് മത്സരം നടക്കുമ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മാറാം, ഇല്ലാന്നൊന്നും നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ ഒരു 10 സീറ്റ് 100% UDF കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ ഒരു സീറ്റ് പോലും LDF ഷുവർ പറയാവുന്ന കേരളത്തിലില്ല. ടൈറ്റ് ഫൈറ്റ് ആണ്. ആലത്തൂർ പോലും അല്ല. ആലത്തൂർ പോലും ഞാൻ കണക്കാക്കുന്നത് പല ഫാക്ടേഴ്സ് ഉണ്ട്. ആലത്തൂരൊക്കെ വലിയ ഫാക്ടേഴ്സ് ഉണ്ട്. രാഷ്ട്രീയമായി LDF മേൽക്കൈയുള്ള മണ്ഡലമാണ് ആലത്തൂരും പാലക്കാടും ഒക്കെ, കണ്ണൂരും. അതെ. പക്ഷേ ഇപ്പൊ കാസർഗോഡ് രാഷ്ട്രീയമായി മേൽക്കൈയുള്ള മണ്ഡലമാണ്. കാസർഗോഡ് കിട്ടുമെന്ന് UDF പോലും പ്രതീക്ഷയില്ല, അല്ല LDF പോലും പ്രതീക്ഷയില്ല. കാരണം എന്താ വെച്ചാൽ വേറെ ചില ഇക്വേഷൻസ് അവിടെ വരും. ഇപ്പൊ പാലക്കാടും അത് വരാം. ശ്രീകണ്ഠൻ എന്ന് പറയുന്ന ആൾ. ഇപ്പൊ കോഴിക്കോട് LDF മേൽക്കൈയുള്ള മണ്ഡല. പക്ഷേ രാഘവേട്ടൻ ജയിക്കൂ എന്നുള്ളത് കിളമര കരീമിന് പോലും ഏതാണ്ട് ബോധ്യം വന്നിട്ടുണ്ടാവും. കാരണം അത് വേറൊരു ഇക്വേഷനാണ്. അത് ഞാൻ പറഞ്ഞത് പാർലമെന്റ് ഇലക്ഷനും അസംബ്ലി ഇലക്ഷനും രണ്ടായിട്ട് നമ്മൾ കാണുന്നത്. ഇപ്പൊ ശ്രീകണ്ഠനും വിജയരാഘവനും വരുമ്പോൾ വ്യക്തിപരമായും ആളുകളുടെ ഒരു ബന്ധവും വെച്ച് നോക്കുമ്പോൾ ശ്രീകണ്ഠന് ഒരു മേൽക്കൈയുണ്ട്. രാഷ്ട്രീയമായി വിജയരാഘവനാണ് മേൽക്കൈ എങ്കിലും. അപ്പൊ ആ ഒരു ബാലൻസ് വരാം. ഇതന്നെയാണ് വടകരയും വരാൻ പോണേ. വടകര എന്തൊക്കെ ഫാക്ടറാണ് അവസാന വോട്ടിൽ വരാൻ പോണേ എന്നുള്ളത് പറയാൻ പറ്റില്ല. രണ്ടുപേരും കട്ടക്ക് നമ്മൾ പറയുന്ന പോലെയുള്ള സ്ഥാനാർത്ഥികളാണ്. ഞാൻ പറഞ്ഞത് ഒരു ബാലൻസ് ടിൽറ്റ് ചെയ്താൽ 20-20 UDF കിട്ടാം. അല്ലെങ്കിൽ ഒരു 15, 16, 17 അതിനിടയ്ക്ക് UDF ബാക്കിയുള്ള സെറ്റ് LDF വരാമെന്നാണ്. 15 കുറവ് UDF വരില്ല. 5 കൂടുതൽ LDF കിട്ടൂല. 5 മാക്സിമാണ്. 5 കിട്ടിയാൽ തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം നല്ലതാണ്, ഭാഗ്യമാണെന്ന് ഞാൻ കരുതുന്നു. യഥാർത്ഥത്തിൽ കേരളത്തിൽ മോഡി എത്ര പ്രാവശ്യം വന്നാലും NDA ഒരു അക്കൗണ്ട് തുറക്കാനുള്ള സാധ്യത വളരെ 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 വിരളമാണ്. അവരുടെ തന്നെ ഏറ്റവും നല്ല സ്വപ്നങ്ങളിൽ 2 സീറ്റിലാണ് സാധ്യത അവർ പറയുന്നത്, തിരുവനന്തപുരവും തൃശ്ശൂരും. അതിൽ എന്നെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം അപ്രസക്തമാണ്. ഇപ്പോഴത്തെ ഒരു സ്ഥിതിക്ക് തിരുവനന്തപുരത്ത് 2ാം സ്ഥാനത്ത് NDA വന്നാൽ അതാണ് ഒരു അത്ഭുതം ഉണ്ടാക്കുക. 3ാം സ്ഥാനത്ത് വന്നില്ലെങ്കിൽ ആണ് അത്ഭുതം. 1ാം സ്ഥാനത്ത് വരാനുള്ള ഒരു സാധ്യതയില്ല. കാരണം അവിടെ സ്ഥാനാർത്ഥി ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അത്ര വലിയ ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ടാക്കിയ സ്ഥാനാർത്ഥിയാണെന്ന്. ചാനലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഒന്നും അല്ലല്ലോ ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്.